വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മളിന്ന് GAT സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ GATയിൽ കുറച്ച് അധികം വാസ്റ്റ് ഒന്നുമില്ല, CNS പോലെ അധികം വാസ്റ്റ് ഒന്നുമല്ല, കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഡിസ്ഫേജിയാണ്. നമ്മൾ ഈസോഫാഗസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓറൽ ക്യാവിറ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഡിസ്ഫേജിയാണ് ടോപ്പിക്ക് വരുന്നത്. ഞാൻ ഫിസിയോളജി ഒന്നും പറയണില്ല, നേരിട്ട് ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് ഡിസ്ഫേജിയ. എന്താ ഡിസ്ഫേജിയ? ഡിഫിക്കൽട്ടി, ഡിസ് എന്നുള്ള പേര് വരുമ്പോൾ ഡിസ്ഫേജിയ, ഡിഫിക്കൽട്ടീസ് ഇൻ സ്വാലോയിങ് എന്നാണ് ഇതിന് വേർഡ് മീനിങ്. അപ്പോൾ ഈസോഫേജിയൽ ഡിസ്ഫേജിയ രണ്ട് ടൈപ്പാണുള്ളത്. പ്രോഗ്രസീവ് ഡിസ്ഫേജിയ ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഡിസ്ഫേജിയ ഉണ്ട്. പ്രോഗ്രസീവ് ഡിസ്ഫേജിയ എന്ന് പറയുമ്പോൾ ഒരു അസുഖം വന്നത് പ്രോഗ്രസ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരുള്ളൂ ഡിസ്ഫേജിയ. പ്രോഗ്രസീവ് ഡിസ്ഫേജിയ അധികം അക്ലേഷ്യ കാർഡിയ, ഈ മോട്ടിലിറ്റി ഡിസോർഡർ ആണ് അക്ലേഷ്യ കാർഡിയ നമ്മൾ പറയും. പിന്നെ പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ്, പെപ്റ്റിക് സ്ട്രിക്ചർ, CA, ഇതിലൊക്കെ CA ഒക്കെ ആകുമ്പോൾ CA ഓർത്ത് വെച്ചാൽ മതി, പ്രോഗ്രസിങ് ഒരു അസുഖമല്ല. അപ്പോൾ അതിൽ പ്രോഗ്രസീവ് ഡിസ്ഫേജിയാണ് കാണുന്നത്. ഇൻ്റർമീഡിയറ്റ് ഡിസ്ഫേജി എന്ന് പറയുമ്പോൾ ഈ റിങ്, ഈ ഷാർട്സ്കീസ് റിങ്, ഈസോഫേജിയൽ സ്പാസംസ്, അപ്പോൾ അതൊക്കെ സ്പാസംസ് ഒക്കെ എപ്പോഴും ഇൻ്റർമീഡിയൻ്റ് ആയിട്ടല്ലേ വരിക. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഡിസ്ഫേജിയാണ് കാണുന്നത്. സെങ്കേഴ്സ് ഡൈവർട്ടിക്, ഇതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയൂ കേട്ടോ. അപ്പോൾ ഡിസ്ഫേജിയ ഡിഫിക്കൽട്ടീസ് ഇൻ സ്വാലോയിങ് ആണ്. അത് പ്രോഗ്രസീവ് ഉണ്ട്, ഇൻ്റർമീഡിയൻ്റ് ഉണ്ട്. പ്രോഗ്രസീവ് കാണുന്നത് അക്ലേഷ്യയിലാണ്, അക്ലേഷ്യ, സ്ട്രിക്ചേഴ്സിൽ, CAയിലൊക്കെയാണ് കാണുന്നത്. ഇൻ്റർമീഡിയറ്റ് ഡിസ്ഫേജിയ ആണെങ്കിൽ ഷർട്സ്കീസ് റിങ്, ഡിഫ്യൂസ് ഈസോഫേജിയൽ സ്പാസംസ്, സെങ്കർ ഡൈവർട്ടിക്കുലത്തിലൊക്കെയാണ് കാണുന്നത്. ഇനി നമ്മൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാം. എന്ത് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ സോളിഡ്സിനും ലിക്വിഡ്സിനും രണ്ടിനും ഇത് വരുന്നുണ്ടെങ്കിൽ, നമുക്ക് ഡിസ്ഫേജിയ വരുന്നുണ്ടെങ്കിൽ അതൊരു മോട്ടിലിറ്റി ഡിസോർഡർ ആണ്. ഇപ്പം അക്ലേഷ്യ ഒക്കെ പോലെ അതിൻ്റെ മോട്ടിലിറ്റിക്ക് എന്തോ പ്രശ്നം വന്നതാണ്, നോട്ട് ഡ്യൂ ടു മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ സോളിഡ്സ് രണ്ടായാലും, സോളിഡ്സ് ആയിക്കോട്ടെ ലിക്വിഡ്സ് ആയിക്കോട്ടെ, ഒന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ ഇറ്റ്സ് ഡ്യൂ ടു മോട്ടിലിറ്റി ഡിസോർഡർ. അതിന് നമ്മൾ ചെയ്യുന്നതാണ് മാനോമെട്രി ടെസ്റ്റ്, എന്ന് ഓർത്ത് വെച്ചാൽ മതി. മോട്ടിലിറ്റി ഡിസോർഡറിന് വേണ്ടിയിട്ട് നമ്മൾ മാനോമെട്രിയാണ് ചെയ്യുന്നത്. ഈ സോളിഡ്സ് മാത്രമാണ് ഡിസ്ഫേജിയ സംഭവിക്കുന്നതെങ്കിൽ അത് മെക്കാനിക്കൽ, നമ്മളിപ്പോൾ പറയില്ലേ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വന്നതായിരിക്കാം. അപ്പോൾ അത് മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി വെച്ചിട്ടാണ് അത് നോക്കുക, സോളിഡ്സിൻ്റെ നോക്കുന്നത്. നമ്മൾ സോളിഡ്സിന് മാത്രം ഡിസ്ഫേജിയ വരുവാണെങ്കിൽ ഇറ്റ്സ് ഡ്യൂ ടു സം മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എൻഡോസ്കോപ്പിയാണ് ചെയ്യുന്നത്. ഇനി ഏത് ടൈപ്പ് ഓഫ് ഡിസ്ഫേജിയ ആയിക്കോട്ടെ, നമ്മൾ ഇനീഷ്യൽ ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നത് ബേരിയം സ്വാലോ ആണ്. അപ്പോൾ ഇനീഷ്യലി ഡിസ്ഫേജിയ വരുമ്പോൾ നമ്മൾ ബേരിയം ആണ് ചെയ്യുന്നത്. ഇനി അതൊരു മോട്ടിലിറ്റി ഡിസോർഡർ ആണെങ്കിൽ ഓർത്ത് വെക്കുക, മാനോമെട്രി ആണ് ചെയ്യുന്നത്. സോളിഡ്സ് മാത്രമാണെങ്കിൽ ഇറ്റ്സ് ഡ്യൂ ടു സം മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ, അത് നമ്മൾ എൻഡോസ്കോപ്പി വെച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. നമ്മൾ അക്ലേഷ്യ കാർഡിയാണ് പഠിക്കുന്നത്. അപ്പോൾ അക്ലേഷ്യ കാർഡിയ ഒരു കാർഡിയോ സ്പാസം. അപ്പോൾ അക്ലേഷ്യ ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു മോട്ടിലിറ്റി ഡിസോർഡറിൽ വരുന്നതാണ് ഈ അക്ലേഷ്യ കാർഡിയ. അപ്പോൾ ഈ ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്റ്റർ, നമ്മൾ ഈസോഫാഗസിൻ്റെ താഴത്തെ പാർട്ട്, നിങ്ങൾ സർജറി പഠിച്ചിട്ടുണ്ടാവും. കുറേ ടോപ്പിക്സ് സർജറി ആയിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് വേണേ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇതിലും പറയാൻ പറ്റില്ല, എല്ലാം സർജറിയിലും പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ലോവർ പാർട്ട് ഓഫ് ദി ഈസോഫാഗസിലാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്, അക്ലേഷ്യ കാർഡിയയിൽ. അവിടെ എന്ത് പറ്റും? നോർമലി നമ്മൾ ഫുട്ബോളേഴ്സ് ഇങ്ങനെ ഈസോഫാഗസിൽ താഴോട്ട് എത്തുമ്പോഴേക്ക് ഇത് കണ്ടോ, ഇവിടെ എത്തുമ്പോൾ ഈസോഫാഗസ് കൂടെ താഴെ എത്തുമ്പോൾ ഇവിടുന്ന് ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്റ്റർ റിലാക്സ് ചെയ്യും, അവിടുന്ന് ഫുഡ് സ്റ്റമക്കിലേക്ക് എത്തും. പക്ഷേ ഈ അക്ലേഷ്യ കാർഡിയയിലാകുമ്പോഴേക്കും ഈസോഫാഗസ് നിന്ന് ഫുട്ബോളേഴ്സ് വന്നിട്ട് ഇവിടെ ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്റ്റർ അവിടെ റിലാക്സ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ ഒബ്സ്ട്രക്ട് ചെയ്ത് കിടക്കും. അതാണ് അക്ലേഷ്യ കാർഡിയ പറയുന്നത്. അപ്പോൾ ദ ഡിസ്ഫങ്ഷൻ ഈസ് ഡ്യൂ ടു, എന്ത് കാരണം കൊണ്ടാണ്? ഈസ് ഡ്യൂ ടു ഡീജനറേഷൻ ഓഫ് ദ ഓർബാക്സ് പ്ലക്സസ് ഓർ മയൻട്രിക് പ്ലക്സസ്. ഈസോഫാഗസ് ഫുള്ള് മസിലല്ലേ, അപ്പോൾ മയൻട്രിക് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓർബാക്സ് പ്ലക്സസ് ഓർ മയൻട്രിക് പ്ലക്സസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വേഗൽ ഫൈബേഴ്സിനുള്ള ഡീജനറേഷൻ കാരണമാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ബേരിയം സാലോ ആണ് ഇനീഷ്യൽ ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, പിന്നെയാണ് നമ്മൾ മാനോമെട്രി ചെയ്യുന്നത്. ഈസോഫേജിയൽ മാനോമെട്രി ഇസ് ദ കീ ടെസ്റ്റ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ ഡയഗ്നോസിസ്. ഇനി നമ്മൾ ഈ ഫിസിയോളജിക്കലെ മാനോമെട്രിക് ഫീച്ചേഴ്സ്, അക്ലേഷ്യയിൽ കാണുന്ന മാനോമെട്രിക് ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിവേറ്റഡ് റെസ്റ്റിംഗ് പ്രഷർ, ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്റ്ററിൻ്റെ അവിടെ പ്രഷർ ഭയങ്കര, അവിടെ ഇങ്ങനെ ഒബ്സ്ട്രക്ട് ചെയ്ത് കിടക്കുക. അപ്പോൾ ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്റ്ററിൻ്റെ അവിടെ പ്രഷർ ഭയങ്കരമായിട്ട് കൂടും, 45 mmHg കൂടുതലായിട്ട് വരും. അവിടെ ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്റ്റർ റിലാക്സ് ചെയ്യില്ല, ഇൻകംപ്ലീറ്റ് റിലാക്സേഷൻ ആണ് ഉണ്ടാകുന്നത്.
പിന്നെ ആബ്സെൻസ് ഓഫ് ഡിസ്റ്റൽ ഈസോഫേജിയൽ പെരിസ്റ്റാലിസിസ്. അപ്പോൾ എന്തായാലും അവിടെ സ്ഫിങ്ക്റ്റർ ഒന്ന് റിലാക്സ് ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ ഈസോഫേജിയൽ പെരിസ്റ്റാലിസിസ് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ 3 നമ്മൾ മാനോമെട്രിയിൽ കാണുന്നത്. എലിവേറ്റഡ് അവിടെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി, അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ സ്ഫിങ്ക്റ്റർ റിലാക്സ് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ അവിടെ പ്രഷർ കൂടാൻ തുടങ്ങും, അവിടെ റിലാക്സേഷൻ ഉണ്ടാവില്ല, അവിടെ പെരിസ്റ്റാലിസിസ് ഉണ്ടാവില്ല. ഇതാണ് അവിടെ കോമൺ ആയിട്ട് നടക്കുന്നത്, മാനോമെട്രി ഫീച്ചേഴ്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഏത് ടെസ്റ്റാണ് നമ്മൾ ഇനീഷ്യൽ ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസിൽ ഡിസ്ഫേജിൽ നമ്മൾ ചെയ്യുന്നത് ബേരിയം സ്വാലോ ആണ്. ഡയഗ്നോസിസ് നമുക്ക് ഈ എൻഡോസ്കോപ്പി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എൻഡോസ്കോപ്പിക് ഫീച്ചേഴ്സ് ആയിട്ട് അവിടെ പെർസിസ്റ്റന്റ് ബീക്ക് നമ്മൾ ബേർഡ് പീക്ക് അപ്പിയറൻസ് ഒക്കെ കാണാൻ പറ്റും. അക്ലേഷ്യ കാർഡിയ സ്ക്വാമസ് സെൽ കാർസിനോമ വരാനൊരു പ്രീഡിസ്പോസിങ് ഫാക്ടറാണ്. സർജിക്കലി നമ്മൾ ഹെല്ലസ് മയോട്ടോമിയാണ് ചെയ്യുന്നത്. ഈ ഹെല്ലസ് മയോട്ടോമിയൊക്കെ നിങ്ങൾ സർജറി പഠിച്ചിട്ടുണ്ടോ? അതൊന്നും കൂടെ റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഇട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് അക്ലേഷ്യയിൽ നമ്മൾ പഠിച്ചത്. അക്ലേഷ്യ കാർഡിയോസ്പാസം വിളിക്കാം. അതിൽ അവിടെ ഡിസ്ഫങ്ഷൻ ഓർപാക്സ് പ്ലെക്സസ് ഓർ മയൻട്രിക് പ്ലെക്സസിലാണ് പ്രശ്നം വരുന്നത്. അവിടെ സ്ഫിങ്ക്റ്റർ റിലാക്സ് ചെയ്യില്ല, ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്റ്റർ റിലാക്സേഷൻസ് ഉണ്ടാവില്ല, ഫുട്ബോളേഴ്സിന് താഴോട്ട് എത്താൻ കഴിയില്ല. പിന്നെ അവിടെ പ്രഷർ കൂടും, ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്റ്ററിൻ്റെ പ്രഷർ 45 mmHg കൂടും, പെരിസ്റ്റാളിസിസ് ആബ്സെൻ്റ് ആയിരിക്കും. അക്ലേഷ്യ സ്ക്വാമസ് സെൽ കാർസിനോമ വരാൻ പ്രീഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ഹെല്ലസ് മയോട്ടോമയാണ് ഇതിൽ ചെയ്യുന്നത്, ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇത്രയാണ് അക്ലേഷ്യ. ഡിഫ്യൂസ് ഈസോഫേജിയൽ സ്പാസംസ്. ഡിഫ്യൂസ് ഈസോഫേജിയൽ സ്പാസംസ് ഓർ പ്രൊക്യൂ ഈസോഫാഗസിൽ എന്ത് ടൈപ്പ് ഓഫ് ഡിസ്ഫേജിയ നമ്മൾ പറഞ്ഞത്? എന്ത് ടൈപ്പ് ഓഫ് ഡിസ്ഫേജിയ നമ്മൾ ഇന്റർമീഡിയറ്റ് ഡിസ്ഫേജിയ. അക്ലേഷ്യയിലാണെങ്കിൽ പ്രോഗ്രസീവ് ഡിസ്ഫേജിയ എന്താണ്? ഓക്കെ. അപ്പോൾ ഈസോഫേജിയൽ സ്പാസംസ് നിങ്ങളൊരു റിവിഷൻ പോലെ എടുത്താൽ മതി, കാരണം സർജറിയിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ച സാധനമാണ്. അപ്പോൾ ഇതിൽ ഡിഫ്യൂസ് ഈസോഫേജിയൽ സ്പാസത്തിൽ അല്ല അതിൻ്റെ ക്രോക്സ്ക്യൂ ഈസോഫാഗസ് അതിന് പെരിസ്റ്റാളിസിസിനാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അവിടെ നോർമൽ പെരിസ്റ്റാളിസിസിൻ്റെ കൂടെ മൾട്ടിപ്പിൾ കൺട്രാക്ഷൻസ്, നമ്മൾ ഫുഡ് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴേക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൺട്രാക്ഷൻസും കൂടെ വരും. സൈമിൾട്ടേനിയസ് ആയിട്ട് നോർമൽ കൺട്രാക്ഷൻ്റെ കൂടെ മൾട്ടിപ്പിൾ കൺട്രാക്ഷൻസും കൂടെ വരും. അതിനാണ് ഡിഫ്യൂസ് ഈസോഫേജിയൽ സ്പാസംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ അപ്പോൾ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള ഡിസ്ഫേജിയൽ ഇതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള ചെസ്റ്റ് പെയിനും ഡിസ്ഫേജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് ചെസ്റ്റ് പെയിൻ കാണാൻ പറ്റും, പിന്നെ ഡിസ്ഫേജിയ കാണാൻ പറ്റും. ചെസ്റ്റ് പെയിൻ തന്നെ ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് ഓഫ് ചെസ്റ്റ് പെയിൻ ആണ് ഇതിൽ കാണുന്നത് കേട്ടോ. ഇതാണ് ക്രോക്സ്ക്യൂ ഈസോഫാഗസ്. അടുത്ത ടോപ്പിക്കാണ് സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം. നമ്മൾ സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലത്തിൽ ഏത് ടൈപ്പ് ഓഫ് ഡിസ്ഫേജിയ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്? അതും ഇൻ്റർമീഡിയറ്റ് ഡിസ്ഫേജിയ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലത്തിൽ അതൊരു പൾസിയോൺ ഡൈവർട്ടിക്കുലാണ്. നമ്മൾ പൾസിയോൺ ഡൈവർട്ടിക്കുലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാൾസ് ഡൈവർട്ടിക്കുലം, അതിന് മസിൽ കോട്ടൊന്നും ഇല്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ പൾസിയോൺ ഡൈവർട്ടിക്കുലം എന്ന് പറയും. അപ്പോൾ ഈ ഇതിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഈസോഫാഗസിലാണ് പഠിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഫാരിഞ്ചൽ മ്യൂക്കോസയാണ് ഇവിടെ ഹെർണിയേറ്റ് ചെയ്യുന്നത്. കിലിഹാൻസ് ഡെഹിസിൻസിലൂടെ ഫാരിഞ്ചൽ മ്യൂക്കോസയാണ് ഹെർണിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈസോഫേജിയൽ മ്യൂക്കോസ എന്ന് വേണേൽ തെറ്റിച്ചിട്ട് നിങ്ങൾക്ക് തരാം. നമുക്കിപ്പോൾ അസെഷൻ റീസണിങ്ങിൽ സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം ഈസ് ഡ്യൂ ടു ദി ഫാരിഞ്ചൽ മ്യൂക്കോസൽ ഹെർണിയേഷൻ ത്രൂ ദ കിലിഹാൻസ് ഡെഹിസിൻസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല, റെഡിക്ക് അവിടെ ഫാരിഞ്ചൽ മ്യൂക്കോസയാണ് ഹെർണിയേറ്റ് ചെയ്യുന്നത്, നോട്ട് ഈസോഫേജിയൽ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതെന്താ കിലിഹാൻസ് ഡെഹിസിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, രണ്ട് കൺസ്ട്രക്ടേഴ്സ്, 2 പാർട്ട് ഓഫ് ഇൻഫീരിയർ കൺസ്ട്രക്ടേഴ്സിൻ്റെ പാർട്ടിൽ വരുന്ന ഒരു വീക്ക് ഏരിയ ബിറ്റ്വീൻ ദ 2 പാർട്ട് ഓഫ് ഇൻഫീരിയർ കൺസ്ട്രക്ടേഴ്സ് ആണ് നമ്മൾ ഈ കിലിഹാൻ ഡെഹിസിൻസ് പറയുന്നത്. കിലിയാൻ ഡെഹിസിൻസ് കണ്ടോ, ഈ രണ്ട് ഇൻഫീരിയർ കൺസ്ട്രക്ടർ മസിൽസിൻ്റെ ഇടയിലുള്ള ഒരു വീക്ക് ഏരിയ ആണ് നമ്മൾ ഈ ഇതിനെ പറയുന്നത്. അപ്പോൾ അതിൽ കൂടെ എന്ത് ചെയ്യും, ഫാരിഞ്ചൽ മ്യൂക്കോസ് എങ്ങനെ ഹെർണിയേറ്റ് ചെയ്ത് നിൽക്കും. അതിനെയാണ് നമ്മൾ സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം, ഒരു ഫാൾസ് ഡൈവർട്ടിക്കുലാണ്, ഒരു പൾസിയോൺ ഡൈവർട്ടിക്കുലാണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് കാണുന്നത് 16 ഇയേഴ്സ് ഓഫ് ഏജസിലാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും. അറൗണ്ട് 16 ഇയേഴ്സ് ഓഫ് ഏജ് മെയിൽ പ്രസൻറ്റഡ് വിത്ത് ഡിസ്ഫേജിയ, ഗർഗിളിംഗ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് സ്വാലോയിങ് വിത്ത് ഹാലിറ്റോസിസ്. അവർക്ക് ഒരു ഒഫൻസീവ് വായുനാറ്റം ഉണ്ട്, അതിനാണ് ഹാലിറ്റോസിസ് എന്ന് പറയാം. അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലത്തിലാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ, ഏജ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം.
പൾസ്യോൺ ഡൈവർട്ടിക്കുലാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഫാരിഞ്ചൽ മ്യൂക്കോസാണ് ഹെർണിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സിംറ്റംസും പഠിച്ചു വെക്കുക. സീൻ ആഫ്റ്റർ 16 years ഓഫ് ഏജസിലാണ് കാണുന്നത്. ഡിസ്ഫേജി ഉണ്ട്, ഗർഗ്ലിംഗ് സൗണ്ട്, നമ്മൾ സ്വാലോ ചെയ്യുമ്പോൾ ഒരു ഗർഗ്ലിംഗ് സൗണ്ട് കാണാൻ പറ്റും, ഹാലറ്റോസിസ് ഉണ്ടാവാം. അടുത്തത് മാൽറി വി സിൻഡ്രോം ആണ്. മാൽറി വി സിൻഡ്രോം എന്ന് വെച്ചാൽ ഒരു ലീനിയർ മ്യൂക്കോസൽ ലാസറേഷൻ ആണ്. നമ്മൾ കോൺസ്റ്റൻ്റ് ഇപ്പോൾ കുറേ ആൽക്കഹോളിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ വയലൻ്റ് ആയിട്ട് വൊമിറ്റ് ചെയ്യുമ്പോഴേക്കും, പ്രഗ്നൻസിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ വയലൻ്റ് ആയിട്ട് നമ്മൾ വൊമിറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള വൊമിറ്റിങ് കാരണം ഒരു മ്യൂക്കോസൽ ടിയർ ഉണ്ടാവും. അതിനാണ് മാൽറി വി സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം വെർട്ടിക്കൽ ആയിട്ടാണ് അവിടെ സ്പ്ലിറ്റ് വരുന്നത്. നമ്മൾ ഗ്യാസ്ട്രിക് മ്യൂക്കോസേൻ്റെ അവിടെ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള സ്പ്ലിറ്റ് അവിടെ വരും. നമ്മൾ ബിലോ സ്ക്വാമോ കോളംനാർ ജംഗ്ഷൻസ് അറ്റ് ദ കാർഡിയ ഇൻ 90% ഓഫ് ദ കേസസിലും ഈ സ്ക്വാമോ കോളംനാർ ജംഗ്ഷൻസ് സ്റ്റൊമക്കിൻ്റെ സ്ക്വാമോ കോളംനാർ ജംഗ്ഷൻസിലാണ് കാണുന്നത്. കാർഡിയക് എൻഡ് ഓഫ് ദ സ്റ്റൊമക്കിൻ്റെ കാർഡിയ പോർഷൻസിലാണ് കാണുന്നത്. 10% ടിയർ മാത്രമേ ഈസോഫേഗസിൽ കാണുന്നുള്ളൂ. ഇതൊക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസേഷൻ റീസണിങ്ങിൽ ഇങ്ങനെ ചോദിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ സെൻറ്റൻസ് വൈസ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം മാൽറി വീസിൽ ശ്രദ്ധിക്കേണ്ടത് ലീനിയർ മ്യൂക്കോസൽ ലാസറേഷൻസ് ആണ് ഉണ്ടാകുന്നത്. അവിടെ ഫുൾ പെർഫറേഷൻസ് വരുന്നില്ല, ലീനിയർ ആയിട്ട് ഒരു ചെറിയൊരു പെർഫറേഷൻ മ്യൂക്കോസൽ വെർട്ടിക്കൽ സ്മിച്ച് ഉണ്ടാവുന്നതാണ്. അത് തന്നെ സ്ക്വാമോ എൻഡ് ഓഫ് ദി സ്റ്റമക്കിൽ കാർഡിയാക് ഏരിയ ഓഫ് ദി സ്റ്റമക്കിന്റെ സ്ക്വാമോ കോളംനാർ ജംഗ്ഷനിലാണ് കാണുന്നത്. അത് ഈസോഫാഗസിൽ 10% കാണുള്ളൂ, താഴോട്ടേക്കാണ് കാണുന്നത്. ഇതാണ് അവിടെയാണ് കാണുന്നത്, ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് ആണ് ഇവിടെ കാണുന്നത്. അത് റച്ചിങ് കാരണോ കഫിങ് കാരണോ വോമിറ്റിംഗ് കാരണം വൈഗറസ് ആയിട്ടുള്ള വോമിറ്റിംഗ് ഒക്കെ കാരണമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പ്രസന്റ് ചെയ്യുന്നത് ഹെമറ്റമിസിസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക, എന്ന് വെച്ചാൽ ഫ്രഷ് ബ്ലഡ് ആയിട്ടായിരിക്കും ഹെമറ്റമിസിസ് ആയിട്ട് പ്രസന്റ് ചെയ്യുക. മലീന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈജസ്റ്റഡ് ബ്ലഡ് ആണ് മെലീന, ഡാർക്ക് ബ്ലഡ് ആണ് മെലീന വരുന്നത്. ഡിസ്നെസ്, അബ്ഡോമിനൽ പെയിനും അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ മാൽറി വി സിൻഡ്രോം അതില്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോഞ്ചിറ്റ്യൂണൽ പാർഷ്യൽ തിക്നെസ് മ്യൂക്കോസൽ ലാസറേഷൻ ആണ് കാണുന്നത്. കാർഡിയാക് എൻഡ് ഓഫ് ദ ഗ്യാസ്ട്രിക് കാർഡിയാക്കിലാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, വൊമിറ്റിങ്, റച്ചിങ്, ആൽക്കഹോളിക്സിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ അധികം സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, കഫ് അല്ലെ ബ്ലഡ് ട്രോമയൊക്കെ കാരണം വരാം. അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ ഇതിൽ ഡിസ്ഫേജിയ, ഓഡനോഫേജിയ അങ്ങനത്തെ ഫീച്ചേഴ്സുകളല്ല സാധാരണ ഈസോഫേഗസ് ഡിസീസസിന് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള സിംറ്റംസ് ആണ് ഉള്ളത്. പെയിൻലെസ് ആയിട്ടുള്ള അപ്പർ GI ബ്ലീഡിങ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ചിലപ്പോൾ സ്റ്റൂളിൽ മെലീന, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ മെലീന കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഹെമറ്റമിസിസ് കാണുന്നുണ്ട്. ഡയഗ്നോസിസ് നമ്മൾ എൻഡോസ്കോപ്പി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ DD ആയിട്ട് വരുന്നതാണ് ബോർഹേവ് സിൻഡ്രോം. ബോർഹേവ് സിൻഡ്രത്തിലാണെങ്കിൽ കുറച്ചും കൂടി ഇൻഡെപ്തിൽ ഇത് കാണാൻ പറ്റും. നമുക്ക് മുറിവ് കാണാൻ പറ്റും. ട്രാൻസ്മ്യൂറലായിട്ടാണ് കാണുന്നത്. നോർമലി യൂഷ്വലി ഡിസ്റ്റൽ ഈസോഫേജൽ റപ്ചർ വിത്ത് മീഡിയാസ്റ്റിനത്തിൽ ഗ്യാസസ് ഒക്കെ ഫോം ചെയ്യും വിത്ത് ഡ്യൂ ടു വയലന്റ് റച്ചിങ് കാരണം കുറച്ചും കൂടെ ഇൻഡെപ്തിൽ ഇത് വരുന്നുണ്ട്, സ്പ്ലിറ്റ് വരുന്നുണ്ട്. അത് ന്യൂമോമീഡിയാസ്റ്റിനം വേണമെങ്കിൽ സംഭവിക്കാം. അതിനാണ് ബോർഹേവ് സിൻഡ്രോം. അപ്പോൾ ഇത് തമ്മിൽ ക്ലോസ് റിലേഷൻസ് ആണുള്ളത് കേട്ടോ, മാൽറി വീസും ബോർഹേവ് സിൻഡ്രോം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക് ഓൾറെഡി നിങ്ങൾ പഠിച്ചതിനെ കൊണ്ടാണ് സ്പീഡിൽ വിടുന്നത് കേട്ടോ. ഇനി അടുത്തത് പ്ലമർ വിൽസൺ സിൻഡ്രോം ആണ്. ഓൾറെഡി എല്ലാവർക്കും അറിയാം പ്ലമർ വിൽസൺ സിൻഡ്രോം എന്താ, അതിന്റെ വേറെ പേരെന്താ? പ്ലമർ വിൽസൺ സിൻഡ്രത്തിന്റെ വേറെ പേരെന്താ? പീറ്റർസൺ ബ്രൗൺ കെല്ലി സിൻഡ്രോം. ഓക്കെ, ഏത് ഡെഫിഷ്യൻസിയിലാണ് നമ്മൾ കാണല്? വൈറ്റമിൻ ഏതില്? B12 കാണല്? അയൺ ഡെഫിഷ്യൻസി അനീമിയ കാണുന്നത്. അതിൽ എന്താ ഉണ്ടാകുന്നത്? അതിന്റെ ഒരു ക്യാരക്ടർ എന്താ? എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് അതിലുള്ളത്? അനീമിയ, കോയിലോണിക്യ, ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ഇല്ലേ? വെബ്, അപ്പർ ഈസോഫേജിയൽ വെബ്. അപ്പോൾ ഹൈപ്പോഫാരിഞ്ചൽ വെബാണ് കാണുന്നത്. അത് അയൺ ഡെഫിഷ്യൻസി അനീമിയൽ മിഡിൽ ഏജ്ഡ് വുമണിലാണ് കാണുന്നത്.
പാറ്റേഴ്സൺ കെല്ലി വിളിക്കാം. അപ്പർ ഈസഫേജിയൽ, ഇത് ശ്രദ്ധിക്കണേ, അപ്പർ ആണോ ലോവർ ആണോ എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പോൾ അപ്പർ ഈസഫേജിയൽ വെബാണ് ഉണ്ടാവുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയ, കൊയിലോനിക്കിയ, ഗ്ലോസൈറ്റിസ് ഓർ ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ്, ഇത്രയും ഫീച്ചേഴ്സുകളാണ് പ്ലമ്മർ വിൽസണിലുള്ളത്. ഇനി അടുത്തത് ഹയാറ്റസ് ഹെർണിയ. ഹയാറ്റസ് ഹെർണിയ പറയുമ്പോഴത്തേക്ക് ഹെർണിയ അറിയാലോ, സ്ലൈഡിങ് ഹെർണിയ ഉണ്ട്, അങ്ങനെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തത് ഒബീസ് ആയിട്ടുള്ള ഫീമെയിൽസിലാണ് കാണുന്നത്. 2 ടൈപ്സ് ഉണ്ട്. സ്ലൈഡിങ് ഹെർണിയാസ് ഉണ്ട്, പിന്നെ ഒന്ന് പാരാ ഈസോഫേജിയൽ ടൈപ്പ് ഓഫ് ഹെർണിയാസും ഉണ്ട്. അപ്പോൾ അതിൽ പാരാ ഈസോഫേജിയൽ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ചിത്രമുണ്ട്, ഇത് കണ്ടോ, സ്ലൈഡിങ് ടൈപ്പ് ഓഫ് ഹെർണിയ ഉണ്ട്. പാരാ ഈസോഫേഗസിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ റൈസ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ പാരാ ഈസോഫേജിയൽ ഹെർണിയ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഹെർണിയ ആണുള്ളത്. സ്ലൈഡിങ് ഹെർണിയയുണ്ട്, പാരാ ഈസോഫേജിയൽ ഹെർണിയ ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ഹെർണിയ ആണുള്ളത്. അത് പാരാ ഈസോഫേജിയൽ ഹെർണിയ ആണെങ്കിൽ നക്കിൾ ഓഫ് ദ ഫണ്ടസ് ഓഫ് ദ സ്റ്റമക് പാസസ് ടു ദ തൊറാക്സ് അലോങ് ദ സൈഡ് ഓഫ് ഈസോഫാഗസ്. ഈസോഫാഗസിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഈ സാധനം ഇങ്ങനെ പോകും. ഇപ്പോൾ ഇതിങ്ങനെ കയറി ഈസോഫാഗസിൻ്റെ മുകളിൽ ഇങ്ങനെ ഈസോഫാഗസിൻ്റെ അടുപ്പിച്ച് തന്നെ ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ പാരാ ഈസോഫേജിയൽ ഹെർണിയ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, സ്ലൈഡിങ് ഹെർണിയ ഉണ്ട്, പാരാ ഈസോഫേജിയൽ ടൈപ്പ് ഓഫ് ഹെർണിയ ഉണ്ട്. സ്ലൈഡിങ് ഹെർണിയ ആണെങ്കിൽ ഈ ഈസോഫേജിയൽ ജംഗ്ഷനിൽ കൂടെ ഡയഫ്രമാറ്റിക് ഹയാറ്റസിൻ്റെ മുകളിൽ കൂടെ ഡയഫ്രത്തിൻ്റെ ഓപ്പണിങ്ങിൽ കൂടെ പുറത്തേക്ക് ഇങ്ങനെ വരും. പാരാ ഈസോഫേജിയൽ ഹെർണിയ ആണെങ്കിൽ ഈസോഫാഗസിൻ്റെ മുകളിലേക്ക് കയറി ഈസോഫാഗസിൻ്റെ ആ പൊസിഷനിലേക്ക് ഇങ്ങനെ കയറി. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഹെർണിയ ആണുള്ളത്. ഹയാറ്റസ് ഹെർണിയ കേട്ടോ. അത് ഗേർഡിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമ്മൾ പഠിക്കുവേ. ഇനി അതിൻ്റെ കോംപ്ലിക്കേഷൻ, GERDൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഹയാറ്റസ് ഹെർണിയ വരും. ഇനി അടുത്തത് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്. അപ്പം നമ്മൾ ഇതിൻ്റെ പേര് തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഗ്യാസ്ട്രിക് കണ്ടന്റ് ഈസോഫാഗസിലേക്ക് റിഫ്ലക്സ് വരുവാണ്. അപ്പോൾ ദിസ് ടേം ഡിനോട്ട് ദ റിഫ്ലക്സ് ഓഫ് ദ ആസിഡ് ഗ്യാസ്ട്രിക് കണ്ടന്റ് ഇൻ ടു ദ ഈസോഫാഗസ്. ഈസോഫാഗസിലേക്ക് സ്റ്റമക് കണ്ടന്റ് ഈസോഫാഗസിലേക്ക് റിഫ്ലക്സ് വരാണ്. അത് മെയിൻലി കുട്ടികളിൽ, അതായത് ഒരു ഡിസീസായിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പോഴാണ് ഡിസീസായിട്ട് ഒരു കൺസിഡർ ചെയ്യുക. മെയിൻലി ഇൻ സബ്ജക്റ്റ് എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻസിലൊക്കെ കാണുന്നതാണ്. ഇതിൻ്റെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസിൽ ഹാർട്ട് ബേൺ ഉണ്ടാവുക, റിഗർജിറ്റേഷൻ ഉണ്ടാവുക, ഡിസ്ഫേജി ഉണ്ടാവുക. ഇത് 3 പഠിച്ചു വെച്ചേക്കണം. ടിപ്പിക്കലായിട്ടുള്ള ഈസോഫേജിയൽ സിംറ്റത്തിൽ ഹാർട്ട് ബേൺ പ്രസൻറ്റ് ചെയ്യാം, റീഗർജിറ്റേഷൻ ഉണ്ടാവുക, ഡിസ്ഫേജിയ പ്രസൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ റിഫ്ലക്സസ് കാരണം ചിലപ്പോൾ കഫ് ഉണ്ടാകും, കാരണം ഇറിറ്റേഷൻ കാരണം, കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഇറിറ്റേഷൻ കാരണം നമുക്കിങ്ങനെ ത്രോട്ടിലേക്ക് ഇങ്ങനെ ഇത് വരും. ഈ ആസിഡ് ഇങ്ങനെ വന്നിട്ട് ഇറിറ്റേഷൻ കാരണം കോഫിംഗ് ആയിട്ട് അല്ലെങ്കിൽ വീസിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക, ഹോസ്നെസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക, ചെസ്റ്റ് പെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക, ഇനാമൽ ഇറോഷൻ വരിക, കാരണം ആസിഡ് കണ്ടന്റ് അല്ലേ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇനാമൽ ഇറോഷൻസ് ഒക്കെ ആയിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഫിംഗ് ഒക്കെ സിംറ്റംസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ഗ്യാസ്ട്രിക് കഫ് എന്നൊക്കെ പറയണില്ലേ, അത് ഈ GERD കാരണം വരുന്ന കഫായിരിക്കും കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ എൻഡോസ്കോപ്പി ഗേർഡ് നോക്കാൻ വേണ്ടി നമ്മൾ എൻഡോസ്കോപ്പി നോക്കും. പിന്നെ പി എച്ച് നമ്മൾ അസസ് ചെയ്യുവേ. പിന്നെ ഇതിന് സിവിയറിറ്റി വെച്ച് നമുക്കിതിൻ്റെ എൻഡോസ്കോപ്പി വെച്ചിട്ട് നമുക്കിതിൻ്റെ സിവിയറിറ്റി ഒക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ബാരറ്റ് ഈസോഫാഗസ് നമ്മൾ പഠിക്കും. അൾസറേഷൻസും ഈസോഫേജിയൽ അഡിനോ കാർസിനോമയൊക്കെ വരാം, നമ്മൾ പഠിക്കും കേട്ടോ. അതാണ് ബാരറ്റ് ഈസോഫാഗസ്. ബാരറ്റ് ഈസോഫാഗസ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ബാരറ്റ് ഈസോഫാഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മെറ്റാപ്ലേഷ്യ വരുവാണ്. നമ്മൾ ഈസോഫേജസിൻ്റെ എപ്പോഴും മെറ്റാപ്ലേഷ്യ പറയുമ്പോൾ ഒരു സെല്ല് മാറി വേറൊരു സെല്ല് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈസോഫേജിയൽ മ്യൂക്കോസ റീപ്ലേസ് ചെയ്യും. ഈസോഫേജസിൽ എന്ത് മ്യൂക്കോസയാണ് ഉള്ളത്? അവിടെ ബാരറ്റ് ഈസോഫാഗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളംനാർ മെറ്റാപ്ലേഷ്യാണ് ബാരറ്റ് ഈസോഫാഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ബാരറ്റ് ഈസോഫാഗസിലെ നോർമലി ഉള്ള സ്ക്വാമസ് എപ്പിത്തീലിയം റീപ്ലേസസ് വിത്ത് കോളംനാർ എപ്പിത്തീലിയം. നമ്മൾ എന്ത് മെറ്റാപ്ലേഷ്യ ആണോ പറയുന്നത്, ഇപ്പോൾ കോളംനാർ മെറ്റാപ്ലേഷ്യ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആ സെല്ലായിരിക്കും ലാസ്റ്റ് വന്നിട്ടുണ്ടാവുക. ഓൾറെഡി ഉള്ള സെല്ലിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ സെല്ല് വന്നിട്ടുണ്ട്. ആ പുതിയ സെല്ലിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ മെറ്റാപ്ലേഷ്യ പറയുക. മനസ്സിലായോ? ഇപ്പോൾ ഈ ബാരറ്റ് ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ കോളംനാർ മെറ്റാപ്ലേഷ്യാണ്. അപ്പോൾ കോളംനാർ മെറ്റാപ്ലേഷ്യ പറയുമ്പോൾ കോളംനാർ സെൽസ് ആണ് ലാസ്റ്റ്, സ്ക്വാമസ് സെൽസിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ കോളംനാർ സെൽസ് ആണ് വന്നിട്ടുണ്ടാവുക. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ബാരറ്റ് ഈസോഫാഗസ് പറയുമ്പോൾ അവിടെ മെറ്റാപ്ലേഷ്യാണ് സംഭവിക്കുന്നത്. ഓൾറെഡി ഉള്ള ഈസോഫേജിയൽ മ്യൂക്കോസിലുള്ള സ്ക്വാമസ് എപ്പിത്തീലിയം റീപ്ലേസ് ചെയ്ത് കോളംനാർ എപ്പിത്തീലിയം അവിടെ വരും.
അപ്പോൾ അതിന് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്റ്റൈനൽ കൊളംനാർ തന്നെ വരുന്നതാണ് ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേഷ്യ എന്നും കൂടെ നമ്മൾ വിളിക്കുവേ. അതിനെ ഇപ്പോൾ ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേഷ്യ ആണ് കോമണസ്റ്റ് ടൈപ്പ്. അത് ജംഗ്ഷണൽ ടൈപ്പ് ഉണ്ട്, ഇൻഡസ്റ്റൈനൽ ടൈപ്പ് ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് മെറ്റാപ്ലേഷ്യസ് ഉണ്ട്. ഗ്യാസ്ട്രിക് ടൈപ്പ് ഉണ്ട്, ജംഗ്ഷണൽ ടൈപ്പ് ഉണ്ട്, ഇൻഡസ്റ്റൈനൽ ടൈപ്പ് ഉണ്ട്. ഈ കൊളംനാർ മെറ്റാപ്ലേഷ്യ, ഈ കൊളംനാർ മെറ്റാപ്ലേഷ്യ തന്നെ കോമൺ ആയിട്ട് ഇൻഡസ്റ്റൈനൽ ടൈപ്പാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാരറ്റ് ഈസോഫേഗസ് ടൈപ്പ് ഓഫ് ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേഷ്യ എന്ന് കണ്ടാൽ അത് തെറ്റല്ല, അത് ശരിയാണ്. കാരണം കൊളംനാർ മെറ്റാപ്ലേഷ്യയിൽ വരുന്ന ടൈപ്പാണ് ഈ ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേഷ്യ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരോ ഹാൻഡ് റൈസ് ചെയ്തല്ലോ. ഒന്നുമില്ല വിചാരിക്കുന്നേ. ഞാൻ പോട്ടെ, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ബാരറ്റ് ഈസോഫേഗസിൽ അവിടെ മെറ്റാപ്ലേഷ്യ ആണ് സംഭവിക്കുന്നത്. ഗേർഡിൻ്റെ GERDൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ബാരറ്റ് ഈസോഫേഗസ് വരാം. അവിടെ കോളംനാർ മെറ്റാപ്ലേഷ്യ ആണ് സംഭവിക്കുന്നത്. ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേഷ്യ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബാരറ്റ് ഈസോഫേഗസ് കോളംനാർ മെറ്റാപ്ലേഷ്യ ഇൻഡസ്റ്റൈനൽ ടൈപ്പാണ് മോസ്റ്റ് കോമൺ. ബാരറ്റ് ഈസോഫേഗസിൽ അഡിനോ കാർസിനോമയാണ് കോമൺ ആയിട്ട്. നമ്മൾ വേറൊരു കണ്ടീഷൻസിൽ സ്ക്വാമസ് കാർസിനോമ പറഞ്ഞു. ഏത് കണ്ടീഷനിലായിരുന്നു? ദ കണ്ടീഷൻ ഈസ് പ്രീഡിസ്പോസ് ടു ഡാഷ് കാർസിനോമ. നമ്മൾ അക്ലേഷ്യ ഏത് കാർസിനോമയാണ്? ഓക്കെ. ബാരറ്റ് ആണെങ്കിൽ അഡിനോ. ബാരറ്റിന് ഭയങ്കര ഭാരമാണ്, അപ്പോൾ അത് താഴെ അടിയും, അപ്പോൾ അത് അഡിനോ കാർസിനോമ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഓരോരോ ട്രിക്കൊക്കെ വെച്ചാലേ നമുക്കത് ആ സാധനം പിന്നെ ചോദിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ, അല്ലെ MCQ വരുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാരറ്റ് ഈസോഫേഗസിന് ഭയങ്കര ഭാരമാണ്, അപ്പോൾ അത് താഴെ അടിയും, അഡിനോ കാർസിനോമയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചോട്ടോ. എല്ലാവർക്കും ഞാൻ പറയുന്ന ടിപ്സ് പറ്റും തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളെ വഴിയിൽ പഠിച്ചോ. ഞാൻ പഠിച്ച വഴിയാട്ടോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈസോഫേഗസ് ആണ്. ഈസോഫേഗസ് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ കാണുന്നത് സ്ക്വാമസ് സെൽ കാർസിനോമയാണ്. കോമൺ ആയിട്ട് നമ്മൾ ഈസോഫേഗസ് വേൾഡ് വൈഡ് ആയിട്ട് കാണുന്നത് സ്ക്വാമസ് സെൽ കാർസിനോമയാണ്. ാണ് കാണുന്നത്. സ്ലൈഡ് വിസിബിൾ അല്ല. കിട്ടിയോ? കാണുന്നുണ്ടോ ഇപ്പൊ? ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ കാണുന്നത് നമ്മൾ ഇന്ത്യ കാസ്റ്റ് വന്നു. അപ്പൊ ഇന്ത്യ എന്ന് വെച്ചിട്ടുള്ള ഒരു മിഡിൽ കൺട്രി അല്ലേ, അത് മിഡിൽ തേർഡിലാണെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സ്ലൈഡ് വിസിബിൾ ആകുന്നില്ലെങ്കിൽ പറയണേ, ചിലപ്പോൾ നെറ്റ് ഇഷ്യൂ വന്നിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഈസോഫേഗസിൽ വേൾഡ് വൈഡ് പ്രിവലൻസിൽ സ്ക്വാമസ് സെൽ കാർസിനോമയാണ് ഉള്ളത്. ഇന്ത്യയിൽ സ്ക്വാമസ് സെൽ കാർസിനോമയാണ് മോസ്റ്റ് കോമൺ ക്യാൻസർ ഉള്ളത്. അത് മിഡിൽ തേർഡിലാണ് കാണുന്നത്. കാരണം ഒരു മിഡിൽ കൺട്രിയാന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്തൊരു മിഡിൽ കൺട്രിയാണ്, അപ്പോൾ മിഡിൽ തേർഡിലാണ് കാണുന്നത്. ഈസോഫേഗൽ സൈറ്റ് ഓഫ് ഈസോഫേഗൽ കാർസിനോമ ഏറ്റവും കോമൺ ലോവർ 1/3 കേട്ടോ കാണുന്നത്. ഇനി സ്ക്വാമസ് സെൽ കാർസിനോമയിൽ അതിൽ കോമൺ ആയിട്ട് സ്മോക്കിംഗ്, ചൂയിങ് ബെറ്റൽ നട്ട്സ്, ടബാക്കോ, നമ്മൾ ഓൾറെഡി നമ്മൾ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ് സ്ക്വാമസ് സെൽ കാർസിനോമയിൽ കാണുന്നത് കേട്ടോ. പിന്നെ അഡിനോ കാർസിനോമ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബാരറ്റ് ഈസോഫേഗസ് താഴെ അടിയും. അതേപോലെ അഡിനോ കാർസിനോമ വെയിറ്റ് കൂടുതലല്ലേ, അപ്പോൾ അഡിനോ താഴെയാണ് കാണുന്നത്. ലോവർ 1/3 അഡിനോ കാർസിനോമ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഗേർഡ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, GERD ഗേർഡ് വരുമ്പോൾ അഡിനോ കാർസിനോമ വരുന്നതെന്നുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സുകളിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിസ്ഫേജിയാണ് ഇതിൽ കാണുന്നത്. പ്രോഗ്രസീവ് ഡിസ്ഫേജിയ കാണുന്ന വേറെ കണ്ടീഷൻസ് ഏതൊക്കെയായിരുന്നു? നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സ്ട്രിക്ചർ, CA നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോഗ്രസീവ് ആണെങ്കിൽ. അപ്പൊ അതിൽ പ്രോഗ്രസീവ് ഡിസ്ഫേജിയാണ് കാണുന്നത്. പെയിൻലെസ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ഡിസ്ഫേജിയാണ്. ഫസ്റ്റ് സോളിഡ് ഫുഡ് വരും, പിന്നെ ലിക്വിഡ്സിന്
അല്ലേ? അപ്പൊ വെയിറ്റ് ലോസ് പ്രൊമിനന്റ് ആയിട്ട് വെയിറ്റ് ലോസ് കാണാൻ പറ്റും. അതാണ് സെക്കൻഡ് കോമൺ പ്രസന്റിങ് സിംറ്റംസ്. ഹോഴ്സ്നെസ് ഓഫ് വോയിസ് വരാം. ഹോഴ്സ്നെസ് ഓഫ് വോയിസ് ഏത് നെർവിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് ഹോഴ്സ്നെസ് ഓഫ് വോയിസ് വരാ? റിക്കറന്റ് ലാരിഞ്ചൽ. ഓക്കെ, ഗുഡ്. റിക്കറന്റ് ലാരിഞ്ചൽ നെർവിനെ എഫക്ട് ചെയ്യുമ്പോൾ ഹോഴ്സ്നെസ് ഓഫ് വോയിസ് വരും. ഇത്രയാണ് ഈസോഫാഗസിലുള്ളത്. അപ്പൊ ഈസോഫാഗസിൽ നമ്മൾ എന്താണ് ഡിസ്ഫേജിയ പറഞ്ഞു, പിന്നെ ചെറിയ 2-3 കണ്ടീഷൻസ്, പ്ലമർ വിൽസന്, പിന്നെ സെങ്കസ് ഡൈവർട്ടിക്കുലർ, ഹയാറ്റസ് ഹെർണിയ, പിന്നെ ഗേർഡ് പറഞ്ഞു, പിന്നെ ഈസോഫാഗസ് പറഞ്ഞു. ഈസോഫാഗസിൽ അത്രയാണ് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇത്രയും ടോപ്പിക്സ് ആണ്. അടുത്തതാണ് സ്റ്റൊമക് ആൻഡ്, പിന്നെ സർജറി വെച്ചിട്ട് രണ്ടും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ വേണം കേട്ടോ. സർജറിയിൽ ഇല്ലാത്ത പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്യണം, ഇവിടെ ഇല്ലാത്ത പോയിന്റ്സ് സർജറിയിൽ ആഡ് ചെയ്ത് രണ്ടും കൂടി ആക്കി നോട്ട്സോ അല്ലെങ്കിൽ മെറ്റീരിയലിൽ തന്നെ എഴുതി വെക്കുകയോ ചെയ്യണം കേട്ടോ. അടുത്തത് സ്റ്റൊമക് ആൻഡ് ഡുവോഡിനം. സ്റ്റൊമക് ആൻഡ് ഡുവോഡിനത്തിൽ ഫസ്റ്റ് ഗ്യാസ്ട്രൈറ്റിസ് ആണ്. ഗ്യാസ്ട്രൈറ്റിസ് ഒരു ക്വസ്റ്റ്യൻസ് ചിലപ്പം ഗ്യാസ്ട്രൈറ്റിസ് എന്ന് ചോദിക്കാം. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ഗ്യാസ്ട്രൈറ്റിസ് ആണുള്ളത്. അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസും ഉണ്ട്, ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസും ഉണ്ട്. അതിൽ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് തന്നെ ക്രോണിക് സൂപ്പർഫിഷ്യൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ്, നമ്മൾ അവിടുത്തെ ഗ്ലാൻസ് ഒക്കെ അട്രോഫി സംഭവിക്കാം, അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, ഗ്രാനുലോമാറ്റസ് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, ഈസിനോഫിലിക് ഗ്യാസ്ട്രൈറ്റിസ്, ഹൈപ്പർപ്ലാസ്റ്റിക്, ഇങ്ങനെ ടൈപ്പ് ഓഫ് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്. അതിൽ അക്യൂട്ട് ഉണ്ട്, ക്രോണിക്കും ഉണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസിൽ 2 ടൈപ്പാണുള്ളത്, ഇറോസീവും ഉണ്ട്, ഹെമറേജിക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ ഏത് സെൽസാണ് കൂടുക? ന്യൂട്രോഫിൽസ് അല്ലേ കൂടുക. അപ്പോൾ അവിടെ ന്യൂട്രോഫിൽസ് ആണ് പ്രിഡോമിനൻ്റ് സെൽസ്. ഈ സെൽസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ ഒരു കണ്ടീഷൻസിലുള്ള ഇപ്പോൾ ലാമിന പ്രൊപ്പേറയിൽ ഈ സെൽസ് കണ്ടു, ആ സെൽസ് കണ്ടു, അങ്ങനത്തെ സെൽസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ന്യൂട്രോഫിൽസ് ആണ് അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസിൽ കാണുന്നത്. ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിന് കാരണം എച്ച് പൈലോറി ആയിരിക്കാം. നമ്മൾ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് പൈലോറി ആണ് കേട്ടോ. അതിൽ ക്രോണിക് ആകുമ്പോൾ എന്ത് സെൽസ് വരും? ലിംഫോസൈറ്റ്സ്, പ്ലാസ്മാസ്, ഇതൊക്കെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാട്ടോ. അപ്പോൾ അക്യൂട്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ ന്യൂട്രോഫിൽസ് വരും, ക്രോണിക് വരുമ്പോൾ ലിംഫോസൈറ്റ്സും പ്ലാസ്മാ സെൽസ് വരും. പിന്നെ നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ്, ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ആണ്. ഇത് ബോഡി ഓഫ് ദ സ്റ്റൊമക്കിലാണ് ഓട്ടോ ഇമ്മ്യൂൺ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് വരുന്നത്. ആൻഡ്രത്തിനെ സ്പെയർ ചെയ്യൂ കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങൾ ഓർത്ത് വെച്ചേക്കണം. നമ്മൾ എന്ത് സ്പെയർ ചെയ്യുന്നു, എന്ത് അഫക്റ്റഡ് ആവണില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അപ്പം ഓട്ടോ ഇമ്മ്യൂൺ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിൽ സ്റ്റൊമക്ക്, ഹോൾ പാർട്ട് ഓഫ് ദി സ്റ്റൊമക്ക് ഇൻവോൾവ് ചെയ്യും എക്സെപ്റ്റ് ആൻഡ്രത്തിന് അവിടെ സ്പെയർ ചെയ്യും. അപ്പോൾ അവിടെ ഓട്ടോ ഇമ്മ്യൂൺ ഡാമേജ് പരേറ്റൽ സെൽസ് ഓട്ടോ ഇമ്മ്യൂൺ ഡാമേജ്. അപ്പോൾ പരേറ്റൽ സെൽസ് എന്താ ഉണ്ടാക്കുന്നത്? മെറ്റോളജി HCl ഉണ്ടാക്കും. HCl ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയോ വേറൊരു സാധനം ഉണ്ടാക്കുന്നില്ലേ? ഇൻട്രിൻസിക് ഫാക്ടർ. ഇൻട്രിൻസിക് ഫാക്ടർ ഉണ്ടാക്കും. അപ്പോൾ ഇൻട്രിൻസിക് ഫാക്ടർ ഇല്ലെങ്കിൽ എന്ത് ഡെഫിഷ്യൻസി വരും? വൈറ്റമിൻ ബീറ്റ. ഗുഡ്. ഓക്കെ. അപ്പോൾ അവിടെ അപ്പോൾ സർക്കുലേറ്റ്, സ്ലൈഡ് പോയോ? സ്ലൈഡ് കാണുന്നുണ്ടോ? ഇല്ല, പോയി. ഇല്ല. ഇപ്പൊ കണ്ടൂടെ? ഓക്കെ. അപ്പോൾ ഇൻട്രിൻസിക് ഫാക്ടർ ഉണ്ടാവില്ല, പരേറ്റൽ സെൽസിൽ നിന്നുണ്ടാകുന്ന ഇൻട്രിൻസിക് ഫാക്ടർ ആബ്സെന്റ് ആയിരിക്കും. അപ്പോൾ ഗ്യാസ്ട്രിക് അട്രോഫി ഒക്കെ വന്നിട്ട് അവിടെ ഇൻട്രിൻസിക് ഫാക്ടർ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ പെർനീഷ്യസ് അനീമിയ ഉണ്ടാവും കേട്ടോ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ അല്ലേ ഉണ്ടാവുന്നത് പെർനീഷ്യസ് അനീമിയയിൽ. അപ്പോൾ അവിടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഇൻട്രിൻസിക് ഫാക്ടർ ഡെഫിഷ്യൻ്റ് ആവും, പെർനീഷ്യസ് അനീമിയ ഉണ്ടാവുക. അട്രോഫി അല്ലെങ്കിൽ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിലാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻസ് ആണ് പരേറ്റൽ സെൽസിന് ഉണ്ടാകുന്നത് കേട്ടോ. അത്രയാണ് ഗ്യാസ്ട്രൈറ്റിസിലുള്ളത്. ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിന്റെ മോസ്റ്റ് കോമൺ കോസ് എന്താ? ഓക്കെ. അടുത്തത് പെപ്റ്റിക് അൾസർ ഡിസീസസ് ആണ്. ഡുവോഡിനത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് പെനിട്രേറ്റ് ചെയ്യും. നമ്മൾ മസ്കുലാരിസ് മ്യൂക്കോസയൊക്കെ പെനിട്രേറ്റ് ചെയ്യും. രണ്ടായാലും നമ്മൾ സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് അൾസേഴ്സ് ആയിക്കോട്ടെ, ഡുവോഡിനൽ അൾസേഴ്സ് ആയിക്കോട്ടെ,
ബട്ട് അക്യൂട്ട് അൾസർ ഷോ നോ ഇവിടെ നമ്മൾ എപ്പോഴും ക്രോണിക്കിലല്ലേ ഫൈബ്രോസിസ് വരാം. അപ്പോൾ ഈ അക്യൂട്ടിൽ ഒരിക്കലും ഫൈബ്രോസിസ് കാണുന്നില്ല, ക്രോണിക് ആകുമ്പോഴേ ഫൈബ്രോസിസ് വരുന്നുള്ളൂ. ഇറോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അൾസർ എന്താ, ഇറോഷൻ എന്താ? അപ്പോൾ ഇറോഷൻ ആണെങ്കിൽ നമ്മൾ മസ്കുലാരിസ് മ്യൂക്കോസിനെ പെനട്രേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ അൾസേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി ഇൻഡെപ്ത് പോയിട്ട് മസ്കുലാരിസ് മ്യൂക്കോസിനെ പെനട്രേറ്റ് ചെയ്യും. അതാണ് ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. ഇനി മെയിൽ ടു ഫീമെയിൽ റേഷ്യോസ്. അപ്പോൾ ഏറ്റവും നമുക്ക് അറിയാം ഓൾറെഡി നമ്മൾ മെയിൽസിലാണ് കൂടുതലായിട്ടും അൾസേഴ്സ് കാണുന്നത്. അപ്പോൾ ഡുവോഡനൽ അൾസേഴ്സ് കോമൺ ആയിട്ട് 5:1 റേഷ്യോ ടു 2:1 റേഷ്യോ. അപ്പോൾ 5:1 റേഷ്യോയിൽ കൂടുതലായിട്ടും ഡുവോഡനൽ അൾസേഴ്സ് കൂടുതലായിട്ട് മെയിലാണ് കാണുന്നത്. ഗ്യാസ്ട്രിക് അൾസേഴ്സ് കുറച്ച് കുറവാണ്, പക്ഷെ എന്നാലും മെയിൽസിലാണ് കൂടുതലായിട്ടും ഈ അൾസർ കാണുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് 2 അൾസേഴ്സ് ആയാലും മെയിൽസിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഇനി സൈറ്റ് ആണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഗ്യാസ്ട്രിക് അൾസർ എവിടെ ഉണ്ടാവുന്നുണ്ട്, ഡുവോഡനൽ അൾസർ എവിടെ ഉണ്ടാവുന്നത്, അതാണ് ഇത് ഇമ്പോർട്ടൻസ്. ഈ ക്രോണിക് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് അൾസേഴ്സ് യൂഷ്വലി സിംഗിൾ ആയിരിക്കും. അത് 90% ലെസ്സർ കർവ് ഓഫ് വിത്തിൻ ദ ആൻഡ്രം ഓർ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഓർ ആൻഡ്രൽ മ്യൂക്കോസ്. ആ ലെസ്സർ കർവേച്ചറിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ക്രോണിക് ഗ്യാസ്ട്രിക് അൾസർ കാണുന്നത്. ഡുവോഡനൽ അൾസർ എന്ന് പറഞ്ഞാൽ എന്തായാലും ഡുവോഡനത്തിലല്ലേ ഉണ്ടാവുക. ആ ഫസ്റ്റ് പാർട്ട് ഓഫ് ഡുവോഡനത്തിൽ ആൻറ്റീരിയർ വോളിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഡുവോഡനത്തിലാണ് ഈ ക്രോണിക് ഡുവോഡനൽ അൾസർ ഉണ്ടാകുന്നത്. ഗ്യാസ്ട്രിക് അൾസറിൻ്റെ സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ലെസ്സർ കർവേച്ചറിലാണ് കാണുന്നത്. ഡുവോഡനൽ അൾസർ ഫസ്റ്റ് പാർട്ട് ഓഫ് ഡുവോഡനത്തിലാണ് കാണുന്നത്, മെയിൽസിലാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ പെപ്റ്റിക് അൾസറേഷൻസ്, എച്ച് പൈലോറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പെപ്റ്റിക് അൾസറേഷൻസ് സ്ട്രോങ്ലി എച്ച് പൈലോറി അസോസിയേഷൻസ് കാണുന്നുണ്ട്. അതിൽ എച്ച് പൈലോറി കോമൺ ആയിട്ട് കാണുന്നത് 90% ഡുവോഡനൽ അൾസേഴ്സിലാണ് കാണുന്നത്. 70% മാത്രമേ ഗ്യാസ്ട്രിക് അൾസേഴ്സിൽ ഇതിൻ്റെ അസോസിയേഷൻ കാണുന്നുള്ളൂ. പിന്നെ ഗ്യാസ്ട്രിക് അൾസേഴ്സിൻ്റെ ബാക്കി 30% NSAIDs കാരണമാണ്, നോൺ സ്റ്റിറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കാരണമാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ സെൻറ്റൻസ് വെച്ചേക്കുന്നത് ഇത്രയും കൂടെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 90% ഓഫ് അൾസേഴ്സും ഡുവോഡനൽ അൾസേഴ്സും എച്ച് പൈലോറിയാണ് അതിൻ്റെ കാരണം. ഗ്യാസ്ട്രിക് അൾസേഴ്സിൽ എച്ച് പൈലോറി ഉണ്ട്, പക്ഷെ അതൊരു 70% അറൗണ്ടേ വരുന്നുള്ളൂ. ബാക്കി 30 NSAIDs ആണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ, ഗ്യാസ്ട്രിക് അൾസേഴ്സിൽ എച്ച് പൈലോറിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടോ. ഗ്യാസ്ട്രിക് അൾസേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഡുവോഡനൽ അൾസറിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അറൗണ്ട് 90% എച്ച് പൈലോറിയാണ് കാരണം. NSAIDs രണ്ടിലും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മൾ ഗ്യാസ്ട്രിക്കിലാണ് 30% ഗ്യാസ്ട്രിക്കിലാണ് പറഞ്ഞത്. പിന്നെ ആസിഡിൽ നമ്മൾ നോർമൽ ഓർ ലോ ആസിഡ് ഔട്ട്പുട്ടാണ് ഗ്യാസ്ട്രിക് അൾസറിൽ, പക്ഷെ ഡുവോഡനൽ അൾസറിൽ എപ്പോഴും ആസിഡ് ഔട്ട്പുട്ട് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻസ് അതേ ഉള്ളൂ. ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്, എച്ച് പൈലോറിൻ്റെ ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിട്ടത് കേട്ടോ. പിന്നെ ഡുവോഡനൽ അൾസേഴ്സിലാണ് ഹൈ ആസിഡ് ഔട്ട്പുട്ട് കാണുന്നത്. ഗ്യാസ്ട്രിക് അൾസറിൽ ഗ്യാസ്ട്രിക് ആസിഡ് ഔട്ട്പുട്ട് നോർമലോ ഡിക്രീസ്ഡോ ആയിരിക്കും. നമ്മൾ തെറ്റിക്കുന്നത്, നമ്മൾ വിചാരിക്കും ആസിഡ് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ ഗ്യാസ്ട്രിക് അൾസറല്ലേ ഉണ്ടാകുന്നതെന്ന്. പക്ഷേ ഡുവോഡനത്തിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഡുവോഡനത്തിലാണ് ഹൈ ആസിഡ് ഔട്ട്പുട്ട് അൾസേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തെറ്റിപ്പോകരുത്. നമ്മൾ ഹൈ ആസിഡ് ഔട്ട്പുട്ട് കാണുന്നത് ഡുവോഡനൽ അൾസേഴ്സിലാണ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇത് സെയിം തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ ഇതിൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് അസോസിയേഷൻ ചോദിക്കും. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് അസോസിയേഷനിൽ ഗ്യാസ്ട്രിക് അൾസേഴ്സിൽ ടൈപ്പ് എ ബ്ലഡ് ഗ്രൂപ്പിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഡുവോഡനത്തിൽ O ഇല്ലേ, അപ്പോൾ O ഗ്രൂപ്പിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന സിംറ്റംസ്, ഗ്യാസ്ട്രിക് അൾസേഴ്സിനാണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, ഫുഡ് കഴിക്കുമ്പോൾ എങ്ങനെയാണ് പെയിൻ ഉണ്ടാവുക ഗ്യാസ്ട്രിക്കിൽ, ഫുഡ് കൂടും. ഡുവോഡനത്തിലാണെങ്കിൽ കുറയും. അപ്പോൾ ആളെ തടിയും ഓർത്ത് വെച്ചേക്കണേ. ഗ്യാസ്ട്രിക് അൾസേഴ്സിലാണെങ്കിൽ ആളെങ്ങനെയായിരിക്കും ഉണ്ടാവുക, തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ? ഡുവോഡനത്തിലാണെങ്കിൽ ഡുവോഡനം പോലെ തടിക്കും കേട്ടോ, ഇങ്ങനെ തടിച്ചിട്ടാണ് ഉണ്ടാവുക. യൂഷ്വലി എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്നതിന് ഇവർക്ക് പെയിന് കുറയുന്നതിനെ കൊണ്ട് ഇവർ കഴിച്ചുകൊണ്ടേ ഇരിക്കും, അപ്പോൾ ഇവർ തടിച്ച് വരും. പിന്നെ മാലിഗ്നന്റ് പൊട്ടൻഷ്യൽ കൂടുതലായിട്ടുള്ളത് ഗ്യാസ്ട്രിക് അൾസേഴ്സിനാണ് കേട്ടോ. ഗ്യാസ്ട്രിക് അൾസേഴ്സ് ആണ് ഗ്യാസ്ട്രിക് കാർസിനോമയായിട്ട് മാറാൻ ചാൻസ് കൂടുതൽ. ഡുവോഡനത്തിന് അത്ര ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ എച്ച് പൈലോറി ഓർത്ത് വെക്കണം, പിന്നെ ആസിഡ് ഔട്ട്പുട്ട് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇതാണ് നമ്മൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ സൈറ്റും ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഡുവോഡനത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് ഡുവോഡനത്തിലാണ് നമ്മൾ ഡുവോഡനൽ അൾസേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലെസർ കർവേച്ചറിലാണ് കാണുന്നത്.
പിന്നെ കോംപ്ലിക്കേഷൻസ്, 2 അൾസേഴ്സ് ആയാലും GI ഹെമറേജ് ആണ് ഉണ്ടാകുന്നത്. GI ഹെമറേജിൽ ഡുവോഡനൽ അൾസേഴ്സിൻ്റെ ഹെമറേജ് വരുന്ന ആർട്ടറി ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാസ്ട്രോ ഡുവോഡനൽ ആർട്ടറി എന്നാണ് ഹെമറേജ് വരുന്നത് കേട്ടോ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സർജറി പോർഷൻ ആണ്, സർജറിയിലാണ് ഇതൊക്കെ ചോദിക്കുക, ഏത് ആർട്ടറി നിന്നാണ് ഹെമറേജ് വരുന്നത്, അതൊക്കെ സർജറി ആണ്. എന്നാലും ഞാൻ ഇതിൽ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പഠിച്ച അൾസർ ഇല്ലേ, കർലിങ്സ് അൾസേഴ്സ്, കുഷിങ് അൾസേഴ്സ് ഒക്കെ പഠിച്ചില്ല. എന്താ കേർലിങ്സ് അൾസർ, കർലിങ്? ബേൺസ് ആ ബ- ആ സ്ട്രെസ്, രണ്ടായാലും സ്ട്രെസ് അൾസർ ആണ്. ഹെഡ് ട്രോമയ്ക്ക് ശേഷം ഉണ്ടാകുന്നതാണെങ്കിൽ കുഷിങ്സ് അൾസർ ആണ്. നമ്മൾ ഇതെങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മളിപ്പോൾ ബേൺസ് ഒക്കെ വരുമ്പോൾ മുടി കത്തുകയെന്ന് വെച്ചോ, അപ്പോൾ അതെന്തെങ്കിലും കേറലാവൂലേ, നമ്മൾ മുടി കത്തിക്കുമ്പോൾ അത് കേർൽ ചെയ്ത് വരില്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സിവിയർ ബേൺസ് കാരണം വരുന്ന അൾസർ ആണെങ്കിൽ കേർൽ ചെയ്യത്. നമ്മൾ കുഷിങ്സ് ഡിസീസ് ഒക്കെ നമ്മൾ പിറ്റ്യൂട്ടറി റിലേറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ പറയാം. അപ്പോൾ ഹെഡ് ട്രോമ കാരണമുള്ളതാണെങ്കിൽ കുഷിങ്സ് അൾസേഴ്സ് ആണ്. സ്ട്രെസ് അൾസർ ഡ്യൂ ടു സിവിയർ ബേൺ ആണെങ്കിൽ കേർലിങ്സ് അൾസർ ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ മുടി കത്തുമ്പോൾ കേർൽ ചെയ്യും, അപ്പോൾ കേർലിങ്സ് അൾസേഴ്സ് ഡ്യൂ ടു ബേൺസ്, ഞാൻ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു H. പൈലോറിയുടെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ഏതിനാണ്, ഏത് അൾസറിനാണ് H. പൈലോറി ഇമ്പോർട്ടൻറ്റ്? ഡിയോഡിനൽ 90% ഡുവോണൽ അൾസർ. അപ്പോൾ ഇതൊരു ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള സ്പൈറൽ ആയിട്ടുള്ളതാണ്. ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള സ്പൈറൽ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അതിൽ ഒരെൻഡിലല്ലേ ഇതിൻ്റെ ഇതുള്ളത്, പിന്നെ ഫ്ലൈജെല്ല ഉള്ളത്. അപ്പോൾ 1 എൻഡിൽ അതിന് ഫുള്ള് ഫ്ലൈജെല്ല ഉണ്ട്. അതെന്ത് ചെയ്യും, നമ്മളെ ഈ സാധനം ബറോ ചെയ്യും. നമ്മളത് മോട്ടയിലായിട്ട് ആ ഫ്ലൈജെല്ല വഴി ഇത് മോട്ടയിലാവും. അങ്ങനെ മോട്ടയിലായിട്ട് അതൊരു ഇതുണ്ടാക്കും, ബറോ ഉണ്ടാക്കിയിട്ട് നമ്മളെ എപ്പിത്തീലിയൽ സർഫസിൻ്റെ മ്യൂക്കസ് ലെയറിനെ അഡ്ഹർ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. അതാണ് H. പൈലോറി എന്ന് വെച്ചിട്ടുള്ളത്. അഡ്ഹഷൻ മോളിക്യൂൾ ഉണ്ട്, ബാബ എന്നിട്ടുള്ള അഡ്ഹഷൻ മോളിക്യൂൾ വെച്ചിട്ടാണ് ഇത് അവിടെ അഡ്ഹസ് ചെയ്ത് നിൽക്കുന്നത്. ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ pH, here the surface pH is close to neutral and any acidity is buffered by organism by the production of enzyme urease. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സാധനം ഇല്ലേ, നമ്മൾ സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ ഡുവോണ്ടത്തിലോ ആയിക്കോട്ടെ ഫുൾ ആസിഡ് വരുന്ന സ്ഥലമല്ലേ. പക്ഷേ ഈ H. പൈലോറി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്യും. എങ്ങനെ, നമ്മളെ യൂറിയനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, pH റേസ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇത് സുഖമായിട്ട് ഈ ആസിഡിനൊന്നും എഫക്റ്റ് ആവാണ്ട് ഇത് അതിൻ്റെ ഉള്ളിൽ അവിടെ ഇങ്ങനെ ബിനീത് അവിടെ ഇങ്ങനെ ആ മ്യൂക്കസ് ലെയറിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് അവിടെ കിടക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിന് കുറേ ടെസ്റ്റുകളുണ്ട്, നമുക്ക് മെത്തേഡ് ഉണ്ട്. നമുക്ക് H. പൈലോറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എൻഡോസ്കോപ്പി എടുക്കുമ്പോൾ അവർ ഒരു സാധനം ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒരു റോസ് കളർ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വെച്ചേക്കും. അതാണ് H. പൈലോറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എൻഡോസ്കോപ്പി വെച്ച് നോക്കുമ്പോൾ H. പൈലോറി ഉണ്ടോയെന്നും കൂടെ ഇപ്പം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇൻവേസീവും ഉണ്ട്, നോൺ ഇൻവേസീവ് ടെസ്റ്റുകളുണ്ട് H. പൈലോറി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോൺ ഇൻവേസീവ് ടെസ്റ്റുകൾ. അപ്പം നോൺ ഇൻവേസീവ് ടെസ്റ്റിൽ നമ്മളെപ്പോഴും പറയുന്നതാണ് സിറോളജി, നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന എലിസ. അപ്പോൾ നമുക്കത് നമ്മൾ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസിനൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കോവിഡ് ഒക്കെ വരുമ്പോഴേക്ക് നമ്മൾ എലിസയല്ലേ ചെയ്യുന്നത്, PCR വഴിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എലിസ ടെസ്റ്റാണ് കോമൺ ആയിട്ട് നമ്മൾ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീറോളജിക്കൽ ടെസ്റ്റാണ് ഫസ്റ്റത്തെ. അപ്പോൾ അത് നമുക്ക് അതിന് സ്പെസിഫിസിറ്റി ഒന്നും ഇല്ല, നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇപ്പം വന്നതാണോ പണ്ട് വന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. അതാണ് നോൺ ഇൻവേസീവ് ടെസ്റ്റിൽ ഫസ്റ്റ് വരുന്ന സീറോളജി. പിന്നെ നമ്മൾ യൂറിയ ബ്ലഡ് ടെസ്റ്റ്, അതിന് ഹൈ സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും ഒക്കെ ഇതിനുണ്ട്. പക്ഷേ അത് ഒരു സ്പെക്ട്രോമീറ്റർ വേണം, മാസ് സ്പെക്ട്രോമീറ്റർ ഇതിന് ആവശ്യമുണ്ട്. പിന്നെയുള്ളതാണ് ഫീക്കൽ ആൻറ്റിജൻ ടെസ്റ്റ്, അത് ചീപ്പാണ് പക്ഷേ സ്പെസിഫിക് ഒക്കെയാണ്. അപ്പോൾ 3 ടെസ്റ്റാണ് നോൺ ഇൻവേസീവായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ നോൺ ഇൻവേസീവ്, അപ്പോൾ ഫീസസ് കിട്ടാൻ വേണ്ടി നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അത് നോൺ ഇൻവേസീവാണ്. ബ്രെത്ത് കിട്ടാൻ നമുക്ക് പുറത്തേക്ക് വരുന്ന സാധനമല്ല. അപ്പോൾ യൂറിയ ബ്രെത്ത് ടെസ്റ്റ്, സീറോളജി എലിസ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നോൺ ഇൻവേസീവ് ടെസ്റ്റുകളാണ്. ഇൻവേസീവ് ടെസ്റ്റാണ് ആൻഡ്രത്തിൽ നിന്ന് നമ്മൾ ബയോപ്സി എടുക്കും, ആൻഡ്രൽ ബയോപ്സി നമ്മൾ ചെയ്യും. അതിൽ ഫസ്റ്റത്തെ ഹിസ്റ്റോളജിയാണ്, അതിനാണ് സ്പെസിഫിസിറ്റി കൂടുതൽ. പിന്നെ റാപ്പിഡ് യൂറിയസ് ടെസ്റ്റ് RUT, അതാണ് ചീപ്പായിട്ട് നമ്മൾ ക്യുക്കാണ്, സ്പെസിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റാപ്പിഡ് യൂറിയസ് ടെസ്റ്റ്.
പിന്നെ നമ്മൾ മൈക്രോബയോളജിക്കൽ കൾച്ചർ, നമ്മൾ എന്ത് ഓർഗാനിസത്തിനെയും കൾച്ചർ ചെയ്തിട്ടല്ലേ, അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് കേട്ടോ. മൈക്രോബയോളജിക്കൽ കൾച്ചറാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇൻവേസീവ് ടെസ്റ്റും ഉണ്ട്, നോൺ ഇൻവേസീവ് ടെസ്റ്റും ഉണ്ട്. നോൺ ഇൻവേസീവ് ടെസ്റ്റിൽ സീറോളജി, എപ്പിഡമോളജി ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. എപ്പിഡമോളജിക്കൽ സ്റ്റഡീസിൽ നമ്മൾ ചെയ്യുന്നത് സീറോളജിയാണ്. പിന്നെ യൂറിയ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഫീക്കൽ ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഇൻവേസീവായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഹിസ്റ്റോളജി ചെയ്യുന്നുണ്ട്, മൈക്രോബയോളജി ചെയ്യുന്നുണ്ട്, അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. പിന്നെ RUT, റാപ്പിഡ് യൂറിയസ് ടെസ്റ്റ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ H. പൈലോറി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇറാഡിക്കേറ്റഡ് ആയോ നോക്കാൻ വേണ്ടിയിട്ട് H. പൈലോറി 4 ആഴ്ച വരെ നമ്മൾ H. പൈലോറിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അത് ഇറാഡിക്കേറ്റഡ് ആയോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് റാപ്പിഡ് യൂറിയസ് ടെസ്റ്റ് ആണ്. നമ്മൾ യൂറിയ ബ്ലഡ് ടെസ്റ്റ്, നോൺ ഇൻവേസീവ് ആയിട്ടുള്ള യൂറിയ ബ്ലഡ് ടെസ്റ്റ് ആണ് നമ്മൾ ഇത് ഇറാഡിക്കേറ്റഡ് ആയോ നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എലിസ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ ആണ് നമ്മൾ സീറോളജിക്കൽ മെത്തേഡിൽ കോമൺ ആയിട്ട് ചെയ്യുന്നത്. എപ്പിഡമോളജിക്കൽ സ്റ്റഡീസിൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് എലിസയാണ്. യൂറിയ ബ്ലഡ് ടെസ്റ്റ് ആണ്, നോൺ ഇൻവേസീവ് ആയിട്ടുള്ള യൂറിയ ബ്ലഡ് ടെസ്റ്റ് ആണ് നമ്മൾ ഇറാഡിക്കേറ്റഡ് ആയോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത് ക്ലിയർ ആണോ? ഇൻവേസീവ് ടെസ്റ്റും നോൺ ഇൻവേസീവ് ടെസ്റ്റും പിന്നെ അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഫീക്കൽ ആൻറ്റിജൻ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, അത് H. പൈലോറിക്ക് വരും, നമ്മൾ ശ്രദ്ധിക്കില്ല ഫീക്കൽ ആൻറ്റിജൻ ടെസ്റ്റ് H. പൈലോറിക്ക് ഉണ്ടോ എന്നുള്ളത്. ഇത് ക്ലിയർ അല്ലേ? ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകട്ടെ. ഓക്കെ, അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ H. പൈലോറി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും, ഏത് ഡിസീസ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് H. പൈലോറി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡുവോഡനൽ അൾസർ എത്രത്തോളം H. പൈലോറി അസോസിയേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡുവോഡനൽ അൾസർ ഡുവോഡനത്തിന് അത്ര ഇല്ലെങ്കിലും, സ്ലൈഡ് പോയോ? സ്ലൈഡ് കാണുന്നുണ്ടടാ? ഇല്ല, പോയി. ഒരു മിനിറ്റ്, കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡുവോഡനൽ അൾസർ, ഗ്യാസ്ട്രിക് അൾസർ, ക്രോണിക് സൂപ്പർഫിഷ്യൽ ഗ്യാസ്ട്രൈറ്റിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിന്റെ കാരണം ഇതാണ്, H. പൈലോറിയാണ്. ക്രോണിക് അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ്ട്രിക് അഡിനോകാർസിനോമ, പിന്നെ മാൾട്ട് ലിംഫോമ, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ലിംഫോമ, മാൾട്ട് ലിംഫോമ, GERD. ഇത്രയും ഡിസീസസ് അസോസിയേറ്റഡ് ആയിട്ടാണ് നമ്മൾ H. പൈലോറി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, അൾസേഴ്സ് ഉണ്ട്, ഗ്യാസ്ട്രിക് അഡിനോകാർസിനോമ ഉണ്ട്, GERD ഉണ്ട്, പിന്നെ മാൾട്ട് ലിംഫോമ. ഇത്രയും ഡിസീസസ് ആണ് H. പൈലോറി അസോസിയേറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ ആണ്. H. പൈലോറിന്ന് പെപ്റ്റിക് അൾസേഴ്സ് എന്നോ അല്ലെങ്കിൽ H. പൈലോറിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവോ കേട്ടോ. ഇതാണ് മെനിട്രേസ് ഡിസീസ്. നിങ്ങൾ സർജറിയിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഗ്യാസ്ട്രിക് മ്യൂക്കോസ ഇല്ലേ, ഗ്യാസ്ട്രിക് പിറ്റ്സും ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സും ഒക്കെ ഇല്ലേ, നമ്മളെ മ്യൂക്കോസ സെക്രീറ്റിംഗ് ഗ്ലാൻഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ടോർച്ചേഴ്സ് ആയിട്ട് ഗ്യാസ്ട്രിക് പിറ്റ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ സ്റ്റമക്കിന് കുറേ പിറ്റ്സുകളുണ്ട്. അപ്പോൾ ആ പിറ്റ്സൊക്കെ ഭയങ്കര ടോർച്ചേഴ്സ് ആയിട്ട് വലുതാവും, ഇലോങ്ങേറ്റഡ് ആയിട്ട്, വിത്ത് റീപ്ലേസ്മെന്റ് ഓഫ് പാർഷ്യൽ ആൻഡ് ചീഫ് സെൽസ് ബൈ മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻഡ്സ്. അവിടുത്തെ പരേറ്റൽ സെൽസിനെയും ചീഫ് സെൽസിനെയും ഒക്കെ റീപ്ലേസ് ചെയ്ത് അവിടെ മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മൾ മെനിട്രേസ് ഡിസീസിൽ എപ്പോഴും ഈ ഗ്യാസ്ട്രിക് പിറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ടോർച്ചസ് ആവും, ഇങ്ങനെ ചുരുണ്ട് കൂടി ഇങ്ങനെ നിന്നിട്ട് അവിടുത്തെ പരേറ്റൽ സെൽസിനെയും ചീഫ് സെൽസ് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് വരും. അവിടെ എന്ത് പറ്റും? നമ്മൾ മെനിട്രേസ് ഡിസീസിൽ എക്സസീവ് ഗ്രോത്ത് അല്ലേ, അപ്പോൾ അവിടെ എക്സസീവ് ഗ്രോത്ത് പറയുമ്പോൾ അവിടെ ട്രാൻസ്ഫോമിങ് ഗ്രോത്ത് ഫാക്ടർ ആൽഫ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എക്സസീവ് പ്രൊഡക്ഷനോ അവിടെ എന്തോ ഒരു ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ട്രാൻസ്ഫോമിങ് ഗ്രോത്ത് ഫാക്ടർ ആൽഫ അവിടെ എക്സസീവ് ആയിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ